പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. നമസ്കാരം, ഞാൻ PNB എന്ന വെച്ചുക്കാരൻ. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇലക്ഷൻ്റെ റിസൾട്ട് വരാറായി. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് സാധാരണക്കാരെ ആ സമയത്ത് മതിയെന്നുള്ള ഒരു ചിന്താഗതി നമുക്കെല്ലാം ഉണ്ട്. അത് വളരെ തെറ്റാണ്. ഇലക്ഷൻ കഴിഞ്ഞും ഇവർക്ക് നമ്മളെ വേണം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി, കുറച്ച് നാളല്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുന്ന മുന്നണി പെട്ടെന്ന് തന്നെ നാട് നന്നാക്കാനുള്ള ഒരു വെപ്രാളത്തിലായിരിക്കും. ആ വെപ്രാളത്തിൽ അവർ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ച ചെയ്യുന്നു, അങ്ങനെ പല രീതികൾ ഇവർ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ ഇവർക്ക് ചൂണ്ടേക്കോർക്കാനുള്ള ഒരു ഇര കൂടിയാണ് ഈ എന്നെപ്പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനും സാധാരണക്കാരായ ആൾക്കാരും. എന്നുവെച്ചാൽ ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കുബേര, അതുപോലെ തന്നെ ബസ്സിൻ്റെ, സാധാരണക്കാരുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ കളറ് മാറ്റുന്നു, അങ്ങനെയുള്ള കുറേ രീതികൾ, ഓട്ടോറിക്ഷക്കാരുടെ, പിന്നെ മദ്യം, ജവാൻ നിർത്തുന്നു, അങ്ങനെയുള്ള പല പരിപാടികളും ഇവർ കൊണ്ടുവരും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞും ഇവർ നമ്മളെ വിടുന്നില്ല. ഇവർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ എന്നെപ്പോലെ ആൾക്കാരെ ഇവർ പിന്നെയും യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പല കാരണങ്ങളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിയുമ്പം ഏതെങ്കിലും മുന്നണി അധികാരത്തിൽ വന്നു കഴിയുമ്പം എന്നെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഈ വിധത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന നമ്മുടേതായ ഉദ്യോഗസ്ഥർ, അവർ നമ്മളെ തന്നെ ഇവത്ത് ചൂഷണം ചെയ്യുന്നു. അപ്പോൾ അത് അനുഭവിച്ച് എനിക്കുണ്ടായിരുന്ന എല്ലാം അറേഞ്ച് ചെയ്ത് ഞാനിപ്പം UK-യിലെത്തി. അതുപോലെ തന്നെ നിങ്ങൾക്കിതുപോലെയുള്ള അനുഭവങ്ങൾ വരാതിരിക്കട്ടെ. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ ഇവർ പിന്നെയും ചൂഷണം ചെയ്യുന്ന ഓരോ അവസ്ഥകളാണ്. ഞാൻ ഇതിൻ്റെ പിറകെ 3-4 മാസം എൻ്റെ ജോലി കളഞ്ഞ് നടന്ന് എൻ്റെ ജോലിക്ക് എനിക്ക് കിട്ടുന്ന ശമ്പളം അത് പോയി. അതുപോലെ തന്നെ ഇവർ നമ്മുടെ നികുതിപ്പണം ശമ്പളമായിട്ട് മേടിക്കുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മളൊരു നിയമം പറയുന്നത്, ഇവർ പറയുന്നത്, നീ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? നിയമം അറിയാൻ മേലെ പഠിപ്പിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതിന് ഞാൻ നിന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് അത് വിട്ടുകളയാൻ പറഞ്ഞ് അത് വിട്ടുകളഞ്ഞ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്, മുകളിൽ നിന്നുള്ള ഓർഡർ. അവസാനം ഞങ്ങൾ മുകളിൽ ചെന്ന് ചോദിച്ചു ഇതാരാണെന്ന്. അവർ പറയുന്നത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ഈ മുകളിൽ നിൽക്കുന്ന ആരാന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ ഈ UK-യിൽ വന്നിട്ട് ഇപ്പം 2 വർഷമായി. ഞാനിപ്പോഴും ഇരുന്ന് ആലോചിക്കുകയാണ് ഈ മുകളിൽ നിൽക്കുന്ന ആരാന്ന്. ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ്സ് ബോട്ടിൽ കമൻറ്റ്സ് ചെയ്യുക. എനിക്കിതുവരെ മുകളിൽ നിൽക്കുന്ന ആരാന്നറിയത്തില്ല. ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവത്തിൽ കിടന്ന് ശരിക്കും ഓടി അലഞ്ഞു. അവസാനം ഞാൻ ഇവരെ ആരെ എതിർക്കാൻ നിന്നില്ല. ഞാൻ എൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാനിപ്പം ഒരു വിസ UK-ക്ക് എടുത്ത് ഞാൻ UK-യിലെത്തി. എൻ്റെ ഫാമിലി ഇവിടെ എത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങളാരും പറയരുത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാരെ ഇവർക്ക് ഒരു കാരണവശാലും ഇവർ തിരക്കുന്നില്ലെന്ന് പറയരുത്. ഇവർ തിരക്കുന്നുണ്ട്. ഇവർ നമ്മളതുപോലെ പെടുത്തുന്നുണ്ട്. ഇവരതുപോലെ നമ്മളെ കൊടിയെ കെട്ടി ഇവരാട്ടി നമ്മളെല്ലാം ഇവർ കാണിക്കുന്നുണ്ട്. അതിലെല്ലാം ഉദാഹരണമായി ശരിക്കും കേരളത്തിൽ കിടന്ന് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇലക്ഷൻ അടുത്ത് എന്നെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കുക. ഇവർ നമ്മളെ ചൂണ്ടേക്കോർത്ത് കിടന്നാടും. അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ നാട്ടിലെ ചോട്ട ആൾക്കാരെല്ലാം വിധത്തിൽ ഇടപെടും. അവരെല്ലാം നല്ലവരായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിക്കും. പക്ഷേ ഇവന്മാരെല്ലാം നമുക്കിട്ട് പണി തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിലുള്ള കുബേരന്മാരെയോ യഥാർത്ഥത്തിലുള്ള കള്ളക്കടത്തുകാരെയോ കൊള്ളക്കാരെയോ നമ്മുടെ നിയമപാലകർക്ക് തൊടാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം ഇവരുടെ ഫ്രണ്ട്സാണ്.
അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട എന്നെപ്പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരെ തൂക്കിയെടുക്കുക, കൊണ്ട് കൊടിയെ കെട്ടി ഇങ്ങനെ ആട്ടി പത്രത്തെ പരസ്യം കൊടുത്ത് ലോകം മൊത്തം പറയുക, ഞാൻ പിടിച്ചു ഞാൻ പിടിച്ചു ഞാൻ പിടിച്ചു എന്ന് പറയുക. അതാണിവർ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ വളരെ ദുഃഖിതനാണ് ഈ കാര്യത്തിൽ. അപ്പം ഇനിയെങ്കിലും അടുത്ത മുന്നണി വരുമ്പം ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PNB എന്ന വെച്ചൂർക്കാരൻ